ഹായ് നമസ്കാരം. നമുക്കിന്ന് മലബാർ സ്പെഷ്യൽ അവിൽ മിൽക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് അവിൽ പാനിനകത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, 1-2 മിനിറ്റ്. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു നോക്കുക. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുന്ന പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുപഴമാണ്. ഞാനിപ്പോൾ ഒരു വലിയ ഗ്ലാസ്സിനകത്താണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 2 ചെറുപഴം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പഴം മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലല്ല കാണിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിൽ മിൽക്ക് കഴിക്കുന്ന സമയത്താണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ 2 മുഴുവനായിട്ട് നമുക്ക് മുറിച്ച് ചേർക്കാം. അതിനുശേഷം ഒന്നുകിൽ സ്പൂണോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഫോർക്കോ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് കുഴഞ്ഞ പാകത്തിന് ചെയ്യണമെന്നില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും മധുരത്തിന് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2-3 ടീസ്പൂണിനടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറുപഴവുമായിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ശരിക്കൊന്ന് മിക്സായി വരുന്ന രീതിയിൽ സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ അവിൽ മിൽക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു 2-3 സ്പൂണിനടുത്ത് നമ്മൾ പാലും പഞ്ചസാരയും അതുപോലെ തന്നെ പഴവും അടച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിൽ, അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗ്ലാസ്സിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് റോസ്റ്റ് ചെയ്തിട്ടുള്ള നിലക്കടലയാണ്. അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതിപ്പോൾ ഞാൻ പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങളല്ലാതെ വാങ്ങിക്കുന്നതാണെങ്കിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. നിലക്കടലയും കശുവണ്ടി പരിപ്പൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ, കുറച്ച് ബദാം പരിപ്പ് കൂടി ഞാൻ ഇതിനകത്തേക്ക് തൊലി കളഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർക്കുന്നത് ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ചേർക്കാം. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് വേണമെന്നില്ല, ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ബൂസ്റ്റോ ഹോർലിക്സ് പൗഡറോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് തണുപ്പിച്ച പാൽ, ഇത് ഞാനിപ്പോൾ ഫ്രീസറിനകത്ത് വെച്ചിട്ടാണ് തണുപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒരു കട്ടപ്പാലാവുന്ന ഒരു പാകത്തിന് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ചെറുപഴവും പഞ്ചസാരയും കൂടിയുള്ള ഒരു മിക്സ്, അവിൽ, അതുപോലെ തന്നെ ആവശ്യത്തിന് നട്ട്സും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഓരോരോ ലെയേഴ്സായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് നല്ല തണുപ്പിച്ചിട്ടുള്ള ആ ഒരു പാൽ കൂടി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. മുഴുവൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴാണ് ആ പഴത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇതിനകത്തോട്ടേക്ക് ശരിക്കും കിട്ടുക. മുകൾ ഭാഗത്തായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ശരിക്കും നമുക്ക് എന്താ പറയുക, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. വിശപ്പും ദാഹവും ഒക്കെ മാറുന്ന മലബാറിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.